അവർ ചികിത്സ നേടിയിരുന്നത് സ്വന്തം പോക്കറ്റിലെ പണമെടുത്തും ആരുടെയെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായിരുന്നു. സർ, ഇത്രയും പേർക്ക് ദുരന്തം ഉണ്ടായിട്ട് അവർക്കൊരു ചികിത്സ കൊടുക്കാൻ പോലും ഉള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ് സർ. സർ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം ചില ഏജൻസികൾ വന്ന് MLA മുൻകൈയെടുത്ത് നടപ്പാക്കി എന്നല്ലാതെ സർക്കാരിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടോ സർ? ഉന്നത വിദ്യാഭ്യാസം അതിനകത്ത് എന്ത് നടപടിയാണ് ഗവൺമെന്റ് ചെയ്തത്? ചില ഏജൻസികൾ വന്ന് ചിലർക്ക് സഹായം നൽകി എന്നല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും. കാരണം എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഭൂ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു, ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും? എങ്ങനെയാണ്? പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട്. അവരുടെ ഫീസ് എങ്ങനെ കൊടുക്കും? അവരുടെ ഹോസ്റ്റൽ ഫീസ് എങ്ങനെ കൊടുക്കും? അവരുടെ വിദ്യാഭ്യാസ ചെലവ് എങ്ങനെ കൊടുക്കും? എന്ത് നടപടിയാണ് സാർ സർക്കാർ ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? സാർ, മുതിർന്ന ആളുകളുണ്ട്, പ്രായമായ ആളുകൾ, അവരുടെ ആരോഗ്യം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഒരു നയാ പൈസ സാറെ കയ്യിലില്ല, നയാ പൈസ. അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ ഈ മുതിർന്ന ആളുകൾക്ക്, ഈ ഡയബറ്റിക് പേഷ്യന്റിന് പോലും മരുന്ന് മേടിക്കാം. ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ്. നമ്മളോടൊക്കെ പറയുന്ന കാര്യം ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് കൊടുക്കും. അത് മതിയോ? മുതിർന്ന ആളുകളുടെ ആരോഗ്യം, ഈ വാടക വീടുകളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യം ആരും നോക്കും സർ? എല്ലാ ദിവസവും 300 രൂപ കൊടുത്തിരുന്നു. ശരിയാണ്, 3 മാസം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. ഇപ്പൊ കൊടുക്കുമെന്ന് അങ്ങ് പറയുന്നുണ്ട് 9 മാസത്തേക്ക്. പക്ഷെ കൊടുക്കുന്നില്ല സാർ, അവർക്ക് കിട്ടുന്നില്ല പണം. അതുകൊണ്ടല്ലേ MLA തന്നെ വന്ന് ഈ ഹൗസിൽ വന്ന് പരാതി പറയുന്നത്. സാറേ, അവര് അങ്ങേക്ക് അറിയാവുന്നതാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കാത്തായിരിക്കും. KSTMയുടെ നിയമം അനുസരിച്ച് ഇങ്ങനൊരു ദുരന്തമുണ്ടായാൽ 3 മാസത്തേക്ക് അവിടെ പണം കൊടുക്കാനുള്ള അധികാരം KSTMയ്ക്കുള്ളൂ. NDMയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് വേണം സാർ? ഇത് ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള നടപടിക്രമമാണ് സാർ. അത് പ്രഖ്യാപിക്കാനുള്ള കത്ത് വരെ തന്നത് ഡിസംബർ 30-നാണ് സാർ. അത് കഴിഞ്ഞപ്പോൾ ക്യാബിനറ്റ് അത് ചെയ്യേണ്ടത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, അവരോട് നിർദ്ദേശിച്ചു. ആ പ്രഖ്യാപിച്ച ദിവസം മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ അത് കൊടുക്കുകയും ചെയ്യും. സർ, 3 മാസം കഴിഞ്ഞാൽ ഇത് പിന്നെ കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഇവരുടെ പുനരധിവാസം അനിശ്ചിതമായി വൈകുകയാണ്. ഇപ്പൊ എങ്ങനെ നമുക്ക് അവരെ മാറ്റി താമസിപ്പിക്കാൻ കഴിയില്ല. പിന്നെ അവരെങ്ങനെയാണ് സർ ജീവിക്കുന്നത്? ഗവൺമെന്റിന് മന്ത്രിസഭാ യോഗം കൂടി തീരുമാനമെടുക്കാമല്ലോ. ഈ 3 മാസം കഴിഞ്ഞുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ അങ്ങ് ഈ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും സാർ? ഒരു മരുന്നെങ്ങനെ മേടിക്കും? അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഒരു കിറ്റാണ് കൊടുത്തത്. അവരതിന് പോയതിനു ശേഷം ഒരു കിറ്റാണ് സാർ ജീവിക്കാൻ. അവിടെ താമസിക്കുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ജീവിക്കാൻ വേണ്ടി, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വല്ലാതെ പ്രയാസമുണ്ട്. നമ്മളതിനെ അഡ്രസ് ചെയ്യുന്നില്ല സാർ. ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് പുതിയ തൊഴിൽ കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനം നമ്മൾ ഈ 8 മാസമായിട്ട് ചെയ്തു. കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം കൊടുത്ത് അവർക്ക് ഏതെങ്കിലും പൊതുവായ ഒരു സ്ഥലത്ത് കൃഷി ഇറക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തോ സാർ? ഞങ്ങൾ പറഞ്ഞത് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണമെന്നാണ്. ഓരോ കുടുംബത്തിലെ ഓരോ സ്ഥിതിയാ. ചില വീട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, കുട്ടികൾ മാത്രമാണ്. അത് പ്രത്യേകമായ രീതിയിൽ അഡ്രസ് ചെയ്യണം. ചില സ്ഥലത്ത് കുട്ടികൾ പോയി, മക്കൾ പോയി, കൊച്ചുമക്കൾ പോയി, പ്രായമായ മാതാപിതാക്കൾ മാത്രമുള്ള വീടുകളാണ്. അവരെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? അവരുടെ വിഷയം അഡ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതല്ലേ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് എന്ന് പറയുന്നത്. ഇപ്പൊ കുടുംബശ്രീ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് ഉണ്ടാക്കി 6.5 കോടി രൂപയുടെ പദ്ധതി ഉണ്ടാക്കി. പൈസ കൊടുത്തില്ല. പാക്കേജ് കടലാസിൽ ഉറങ്ങുകയാണ്. 8 മാസമായി പാക്കേജ് കടലാസിൽ ഉറങ്ങുകയാണ്. 1 രൂപ കുടുംബശ്രീയുടെ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജിന് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? നിങ്ങൾ അംഗീകരിച്ച പ്രോജക്റ്റ് അല്ലേ, നിങ്ങൾ കൊടുത്തില്ല. സംസാരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ.